Good morning. Once again, welcome back to our SS class. Last class we have discussed the first portion of the first chapter named Medieval World Centers of Power, and the first portion we already discussed the Eastern Roman Empire. You remember Eastern Roman Empire? About the Eastern Roman Empire, the one of the most important center of power in the medieval world, and the important ruler of who was the important ruler, famous ruler in the Eastern Roman Empire? Who? Yes, Justinian. Justinian was the important ruler. And what was the main and important contribution of Justinian? Yes, it is he codified the Roman laws. That is called Corpus Juris Civilis. Yes. Okay. Come to our next main center of power in the medieval period. Center of power in the medieval period. And we know that for the administrative convenience, the vast Roman Empire, the Emperor Diocletian divided into two. We already studied in the first class. Okay, Diocletian divided the whole Roman Empire into two. That is the Eastern Roman Empire and the Western Roman Empire. Now we are going to study the Holy Roman Empire. What happened to Western Roman Empire? അതാണ് നമ്മൾ നോക്കുന്നത്. അതിനുശേഷം ഹോളി റോമൻ എംപയർ ആരാണെന്നും എന്താണെന്നും നോക്കാം. And we know that we already learned about the capital cities of these two, that is Eastern and Western Roman Empire. We know that the capital of Eastern Roman Empire was Constantinople. Constantinople is also called Byzantium. Is also this Constantinople was called what? Earlier known as Byzantium. So this Eastern Roman Empire is also called Byzantine Empire, and we know that. And here the capital of Western Roman Empire was Rome. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? ഈ റോമൻ എംപയർ മൊത്തത്തിൽ രണ്ടായി വിഭജിച്ചതും ഡയോക്ലീഷ്യൻ. അതുപോലെ അതിൽ ഒന്ന് വെസ്റ്റേൺ റോമൻ എംപയറും മറ്റൊന്ന് ഈസ്റ്റേൺ റോമൻ എംപയറും. ഈസ്റ്റേൺ റോമൻ എംപയർ ഓൾറെഡി നമ്മളതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. പ്രധാനപ്പെട്ട അവിടെ ഉള്ള റൂളർ ജസ്റ്റീനിയൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ ലോകത്തിന് നൽകിയത് ഹി കോഡിഫൈഡ് ദി ലോസ്, റോമൻ ലോസ്. അതിൻ്റെ പേര് ഈ പറയുന്ന എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? കോർപ്പസ് ജൂറിസ് സിവിലൈസ് എന്നാണെന്നും അതിന് 3 ഭാഗങ്ങളുണ്ടെന്നും 3 ബുക്കുകളുണ്ടെന്നും ദി കോഡ്, ദി ഡൈജസ്റ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് അവകളെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആൻഡ് വാട്ട് ഹാപ്പൻ ടു ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ്സ് ക്യാപിറ്റൽ അറ്റ് റോം? അതിന് കൂടുതൽ ആയുസില്ലാത്ത, കൂടുതൽ കാലം നീണ്ടു നിൽക്കാത്ത ഒരു എംപയർ ആയിരുന്നു വെസ്റ്റേൺ റോമൻ എംപയർ. ഡ്യൂ ടു ദി കണ്ടിന്യൂസ് ഇൻവേഷൻ ഓഫ് ദി ജർമ്മനിക് ട്രൈബ്സ് അല്ലേ? ഒരു ജർമ്മനിക് ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു ഗോത്രവിഭാഗത്തിൻ്റെ നിരന്തരമായ ആക്രമണത്താൽ ഈ വെസ്റ്റേൺ റോമൻ എംപയർ നശിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. അതിന് കൂടുതൽ ആയുസ്സില്ലാത്ത ഒരു എംപയർ ആയിരുന്നു വെസ്റ്റേൺ റോമൻ എംപയർ. ഇനി
ഈ വെസ്റ്റേൺ റോമൻ എംപയർ നശിച്ചു പോയാലും ആ പ്രദേശം അവിടെ ഉണ്ടാകും അല്ലേ, ആ ടെറിട്ടറി അവിടെ ഉണ്ടാകും. ആ ടെറിട്ടറിയിൽ എന്താണ് പലതരത്തിലുള്ള ഈ പറഞ്ഞ നൊമാഡിക് ട്രേഡേഴ്സും അവിടെ ആക്രമിച്ച് അത് ആ പ്രദേശം കീഴടക്കി അല്ലേ. ദി ടെറിട്ടറീസ് ഓഫ് ദി റോമൻ എംപയർ വെസ്റ്റേൺ റോമൻ എംപയർ ക്യാപ്ചർഡ് ബൈ ഡിഫറെൻറ്റ് നൊമാഡിക് ട്രൈബ്സ് എന്ന നൊമാഡിക് ട്രൈബ്സ് അല്ലേ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ട്രൈബൽ വിഭാഗം ഈ പ്രദേശം കീഴടക്കിയിരുന്നു. പല ട്രൈബൽ ഗ്രൂപ്പുകളും അങ്ങനെ കീഴടക്കി. അങ്ങനെ കീഴടക്കിയതിലെ കൂട്ടത്തിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് വേർ ഫ്രാങ്ക്സ്. എന്താണ് ഫ്രാങ്കുകൾ എന്ന് പറയുന്ന ഒരു നൊമാഡിക് അല്ലെങ്കിൽ ഒരു നൊമാഡിക് ട്രൈബൽ വിഭാഗം ഈ പ്രദേശത്തെ കീഴ്പ്പെടുത്തിയിരുന്നു. ഫ്രാങ്ക്സ് one of the most or prominent and important nomadic tribe or nomadic tribe was Franks, and they established an empire in this territory or this Roman territory. ഈ ടെറിട്ടറിയിൽ അവരൊരു എംപയർ സ്ഥാപിച്ചു ഈ ഫ്രാങ്ക്സുകൾ. ആ എംപയർ വാസ് നോൺ ആസ് ഫ്രാങ്കിഷ് എംപയർ. എന്താണ് ഫ്രാങ്കുകൾ സ്ഥാപിച്ച ആ എംപയർ അറിയപ്പെട്ടത് ഫ്രാങ്കിഷ് എംപയർ എന്ന്. അപ്പോൾ വെസ്റ്റേൺ റോമൻ എംപയർ കൂടുതൽ ആയുസ് ഉണ്ടായിരുന്നില്ല. കാരണം അതിനെ നിരന്തരമായി ഈ പറഞ്ഞ ജർമ്മനിക് ട്രൈബ്സിൻ്റെ ആക്രമണം ഉണ്ടാകുകയും അത് തകർന്നു പോവുകയും ഉണ്ടായി. ആ പ്രദേശത്ത് പിന്നീട് അങ്ങോട്ട് പല ട്രൈബൽ ഗ്രൂപ്പ്സുകൾ വന്ന് അവരുടെ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൂടുതൽ കാലം ഈ പ്രദേശത്ത് ഭരണം നടത്തിയ ഒരു എംപയർ, ഒരു വിഭാഗം ട്രൈബൽ ഗ്രൂപ്പ്സുകളായിരുന്നു ഫ്രാങ്ക്സ് എന്ന് പറയുന്നത്. ആ ഫ്രാങ്ക്സ് ആണ് ഫ്രാങ്കിഷ് എംപയർ. അവരുടെ ഭരണകൂടമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു സെൻറ്റർ ഓഫ് പവറാണ് ഈ ഫ്രാങ്കിഷ് എംപയർ എന്ന് അറിയപ്പെട്ടത്. ഫ്രാങ്കിഷ് എംപയർ. ആൻഡ് ഈ ഫ്രാങ്കിഷ് എംപയറിലെ വൺ ഓഫ് ദി ഫേമസ് എംപറർ ഇൻ ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഷാലമിൻ. എന്താണ് ഷാലമിൻ ആയിരുന്നു. ആ പേര് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷാലമിൻ അല്ലേ. ഷാലമിൻ was the famous ruler among the Frankish empire, and he was from the Carolingian dynasty അല്ലേ. അദ്ദേഹത്തിൻ്റെ ഡൈനാസ്റ്റി, അദ്ദേഹത്തിൻ്റെ ഗോത്ര വിഭാഗം, അദ്ദേഹം ഏത് ഗോത്രത്തിൽ നിന്നായിരുന്നു? അദ്ദേഹം കരോലിഞ്ചിയൻ. നമ്മളൊക്കെ ചില ആൾക്കാർ ചില ഗോത്രങ്ങൾ ചില വീട്ടുപേരുകളൊക്കെ പറയാറുണ്ട് അല്ലേ. അതുപോലെ he was from Carolingian dynasty. This Charlemagne was from Carolingian dynasty, and he was the main ruler or famous ruler among the Frankish empire. He made a number of reforms in his country. And how this Frankish empire became or known as, what is the reason behind that to known as the Holy Roman Empire? ഈ ഫ്രാങ്കിഷ് എംപയർ ആണ് പിന്നീട് ഹോളി റോമൻ എംപയർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. മനസ്സിലായല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഹോളി റോമൻ എംപയർ ആയി മാറിയത്? അതിൻ്റെ പിന്നിലുള്ള കഥ എന്താണ്? എങ്ങനെയാണ് ആ പേരതിന് കിട്ടിയത്? എങ്ങനെയാണ് നോക്കാം. എങ്ങനെയായിരുന്നു? ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് the spiritual leader of this Catholic Church was the Pope Leo III. ആയിരുന്നു ഈ കത്തോലിക് ചർച്ചിലെ അന്നത്തെ ഈ ആത്മീയ നേതാവ് ആരാധിച്ചിരുന്ന ഒരു ആരാധ്യ പുരുഷൻ എന്ന് പറയുന്നത് പോപ്പ് ലിയോ III. ആൻഡ് ഹി വാസ് attacked by a tribal group named ലൊംബാർഡ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ വിഭാഗം ഈ പോപ്പ് ലിയോ III ആക്രമിച്ചു. ഈ ആക്രമിച്ച സമയത്ത് ആൻഡ് ഷാലമിൻ സേവ്ഡ് പോപ്പ് ലിയോ III ഫ്രം ദി അറ്റാക്ക് ഓഫ് ദി ലൊംബാർഡ്സ്.
അവിടെ ഉണ്ടാകുന്ന സംഗതി എന്താ? അവരുടെ ആത്മീയ പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ കത്തോലിക് ചർച്ചിൻ്റെ ആത്മീയ നേതാവായ ഈ പോപ്പ് ലിയോ തേർഡിനെ ലൊംബാർഡ്സിൻ്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്, രക്ഷിക്കുന്നത് ശാലമിൻ രാജാവായിരുന്നു, ശാലമിനായിരുന്നു. അങ്ങനെ ഒരു ആദര സൂചകമായിട്ട് ഈ പോപ്പ് ലിയോ തേർഡ് ക്രൗണ്ട് ശാലമിൻ ആസ് ഹോളി റോമൻ എംപറർ, ഹോളി റോമൻ വിശുദ്ധ നഗരത്തിൻ്റെ എംപറർ അല്ലേ, അല്ലെങ്കിൽ രാജാവ് എന്ന് വാഴിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ നാമകരണം ചെയ്തു. അങ്ങനെ ഹോളി അങ്ങനെയാണ് ഈ ഫ്രാങ്കിഷ് എംപയർ എന്തായി മാറിയത്? ഹോളി റോമൻ എംപയർ ആയിട്ട് മാറി. ഹോളി റോമൻ എംപറർ, ആ എംപററുടെ പ്രദേശം എംപയർ ഹോളി റോമൻ എംപയർ ആയിട്ട് മാറി. ഇതാണ് ഈ ഫ്രാങ്കിഷ് എംപയർ ഹോളി റോമൻ എംപയർ ആയത് ഇങ്ങനെയാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. എങ്ങനെയാണ്? The empire of Charlemagne was larger than the Eastern Roman Empire. Charlemagne saved Pope Leo III. That is Pope Leo III was the spiritual leader of the Catholic Church from the tribal attack of the Lombards. As a token of gratitude, the Pope crowned Charlemagne as the Holy Roman Empire, and his empire came to be known as the Holy റോമൻ എംപയർ. മനസ്സിലായോ? ആദ്യം ഈ വെസ്റ്റേൺ റോമൻ എംപയർ ഉണ്ടാകുന്നു, അത് ഈസ്റ്റേൺ റോമൻ എംപയർ വി ഓൾറെഡി ഡിസ്കസ്ഡ്. ദെൻ വെസ്റ്റേൺ റോമൻ എംപയർ കൊളാപ്സ്ഡ് വിത്ത് ദി കണ്ടിന്യൂസ് അറ്റാക്ക് ഓഫ് ദി ജർമ്മനിക് ട്രൈബ്സ്. എന്നിട്ട് അത് തകർന്നു പോകുന്നു വെസ്റ്റേൺ റോമൻ എംപയർ. ആ പ്രദേശത്ത് പല ട്രൈബൽ നൊമാഡിക് ട്രൈബ്സ് ആധിപത്യം സ്ഥാപിക്കുന്നു. ആ ആധിപത്യം സ്ഥാപിക്കുന്ന ട്രൈബൽ ഗ്രൂപ്പ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ട്രൈബൽ ഗ്രൂപ്പ്സ് വേർ ഫ്രാങ്ക്സ്. ആ ഫ്രാങ്കുകൾ സ്ഥാപിച്ചെടുത്ത ആ എംപയറിനെ ഫ്രാങ്കിഷ് എംപയർ എന്നറിയപ്പെടുന്നു. ദെൻ ആ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേമസ് റൂളർ എമംഗ് ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഷാലമിൻ. ആൻഡ് this Charlemagne was a famous ruler, and he attacked, or Charlemagne's empire was larger than the Eastern Roman Empire, and he saved Pope Leo III. ആരായിരുന്നു? he was the spiritual head, ഒരു ആത്മീയ നേതാവായിരുന്നു, സ്പിരിച്വൽ ലീഡർ ഓഫ് ദി കത്തോലിക് ചർച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ Charlemagne saved this Pope Leo III from the attack of Lombards, one of the tribal group. ആ ലൊംബാർഡ്സിൻ്റെ അറ്റാക്കിൽ നിന്ന് ഷാലമിൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോപ്പ് ലിയോ തേർഡിനെ സേവ് ചെയ്യുന്നു, സംരക്ഷിക്കുന്നു, എസ്കേപ്പ് അല്ലെങ്കിൽ എന്ത് പറയുന്നു, അവരുടെ അറ്റാക്കിൽ നിന്ന് ഇയാളെ രക്ഷിച്ചെടുക്കുന്നു. അങ്ങനെ രക്ഷിച്ചെടുത്തപ്പോൾ ഈ ആസ് എ റിവാർഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പോപ്പ് ലിയോ തേർഡ് ക്രൗണ്ട് അല്ലേ, അതായത് വാഴിക്കുന്നു, ക്രൗണ്ട് ഷാലമിൻ ആസ് എങ്ങനെ? ഹോളി റോമൻ എംപറർ അല്ലേ, ഹോളി റോമൻ വിശുദ്ധ റോമ രാജാവായിട്ട് വാഴിക്കുന്നു. ആൻഡ് ഹിസ് എംപയർ കെയിം ടു ബി നോൺ ആസ് ഹോളി റോമൻ എംപറർ. ആൻഡ് Charlemagne was an efficient ruler. And also he was a great conqueror. അല്ലേ, ഒരു വലിയ ആക്രമണകാരിയും ഒരു പ്രഗത്ഭനായ ഒരു അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു Charlemagne. And he introduced number of reforms in his empire, and some of the reforms are given, and he brought almost all the Western European regions under his control, under his sway, means under his control. Most of the Western European countries attacked by Charlemagne and controlled by Charlemagne, and Western European regions under his control. And he expanded his empire through matrimonial, through political alliance and matrimonial
റിലേഷൻസ്, മാട്രിമോണിയൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ അലയൻസ് അല്ലേ. യൂറോപ്പിലെ ഒട്ടുമിക്ക വെസ്റ്റേൺ യൂറോപ്പിലെ പശ്ചിമ യൂറോപ്പിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഷാലമിൻ അദ്ദേഹത്തിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ട് ആ കൊണ്ടുവരുന്ന പ്രദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജികൾ, പോളിസികൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്രദേശങ്ങളെ കൂട്ടിച്ചേർക്കാൻ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പോളിസികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ത്രൂ പൊളിറ്റിക്കൽ അലയൻസസ്, അവരുമായിട്ടൊക്കെ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ത്രൂ മാട്രിമോണിയൽ റിലേഷൻസ് അല്ലേ, വൈവാഹിക ബന്ധങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? ഈ പ്രദേശങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുമായിരുന്നു. മാത്രമല്ല ഹി ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത്, ഇങ്ങനെ കൂട്ടിച്ചേർത്ത പ്രദേശത്തൊക്കെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു കേന്ദ്രീകൃത ഭരണ സമ്പ്രദായം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹി ഇൻട്രൊഡ്യൂസ്ഡ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഹിസ് എംപയർ ആൻഡ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് എൻട്രസ്റ്റഡ് ടു ഓഫീസേഴ്സ് നോൺ ആസ് കൗണ്ട്സ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ നമ്മൾ സാധാരണ പറയാറില്ലേ, യൂണിയൻ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, അതുപോലെ ഓരോ പ്രദേശത്തും പഞ്ചായത്ത്, അവിടെ പിന്നെ ആ പഞ്ചായത്തിൽ വ്യത്യസ്ത വാർഡുകൾ ഇല്ലേ, ഏറ്റവും ചെറിയ തലങ്ങളായിട്ടുള്ള വാർഡുകൾ ഉണ്ട്. ആ വാർഡുകളിൽ നിന്ന് മെമ്പേഴ്സിനെ തെരഞ്ഞെടുക്കുന്നു. അവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്താനായിട്ടുള്ള ചില പഞ്ചായത്തിന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം അല്ലെ. ജസ്റ്റ് ലൈക്ക് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ഇതുപോലുള്ള ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ ചുമതല ചില പ്രത്യേക ഓഫീസേഴ്സിന് അദ്ദേഹം ഇൻട്രസ്റ്റ് ചെയ്തു കൊടുത്തു. ആ ഓഫീസേഴ്സ് വാസ് നോൺ ആസ് കൗണ്ട്സ്. ഇനി മാത്രമല്ല അദ്ദേഹം ഈ കൗണ്ട്സിനെ നിരീക്ഷിക്കാനായിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെ അദ്ദേഹം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വിഭാഗമായിരുന്നു മിസൈൽ ഡൊമിനിസി. എന്തായിരുന്നു? മിസൈൽ to keep an effective check upon the activities of the counts. He created a secret wing. Now he created a secret wing, a secret group or secret department to check upon the activities of the officers named counts. A secret group department was known as Missile Dominici. And besides this, relief funds were created for helping the poor people. And we know that ഈ ഫ്ലഡ് ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ COVID-19 പ്രശ്നം, അല്ലെങ്കിൽ ഈ കൊറോണ വൈറസ് ബുദ്ധിമുട്ട്, രോഗബാധ, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കറിയാം ഗവൺമെന്റുകൾ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, ചില ഫണ്ടുകൾ, അല്ലെങ്കിൽ പലതരത്തിൽ ജനങ്ങളെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നു അല്ലെ. ജസ്റ്റ് ലൈക്ക് ഇൻ ദി medieval period, this Charlemagne introduced this relief funds to help the poor people. Relief funds were created for helping the poor people, and a network of educational institutions were established by Charlemagne, under the leadership of Charlemagne. Charlemagne established a number of educational institutions, and as a part of this educational institution, an awakening was started in his empire, and this renaissance is called Carolingian Renaissance. It's called Carolingian Renaissance. എന്തുകൊണ്ടായിരിക്കും Carolingian Renaissance എന്ന് പറഞ്ഞത്? That's the reason. This Charlemagne was from Carolingian dynasty. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിലൂടെ അദ്ദേഹത്തിന്റെ പ്രദേശത്ത് ഒരു ഇന്റലക്ച്വൽ അവൈക്കനിങ് ഉണ്ടാകുന്നു, ഒരു ഉണർവ് ഉണ്ടാകുന്നു. എല്ലാ ആളുകളും എല്ലാവരിലും എന്ത് ചെയ്യുന്നു? ഒരു പുതിയ ഉണർവ് ഉണ്ടാകുന്നു. ആ ഇന്റലക്ച്വൽ അവൈക്കനിങ് വാസ് നോൺ ആസ് Carolingian Renaissance. These were the features of Charlemagne in his empire, and all these were the reforms made by Charlemagne in his empire. Once again, ഒന്നുകൂടി നോക്കാം എന്തൊക്കെയാണ്
പ്രധാനപ്പെട്ട അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങൾ. He introduced centralized administration. He entrusted the local administration to the some officers named counts, and the activities of the counts were എന്താ പറയാ ഈ ഇവരുടെ ആക്ടിവിറ്റീസ് നിരീക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനായിട്ട് ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദിസ് ഷാലമിൻ നെയ്മഡ് ബിസൈഡ് ഒമിനിസി. ആൻഡ് ഓൾസോ ഇത് കൂടാതെ relief funds were created to help the poor people, and he established number of educational institutions in his empire. As a part of the educational institutions, an intellectual awakening takes place in his empire, and this intellectual awakening is known as the Carolingian Renaissance. This was the features of this. All these were the features of Charlemagne introduced in his empire, and like the other empires, his empire also declined with the death of Charlemagne. With the death of Charlemagne, the Frankish empire was divided, and gradually it was fully collapsed. And this is the Holy Roman Empire. Holy Roman Empire. നേരത്തെ ഒന്നുകൂടി പറഞ്ഞാൽ ഈ പറയുന്ന റോമൻ എംപയർ രണ്ടാകുന്നു. ഹോളി റോമൻ എംപയർ റോമൻ എംപയർ രണ്ടാകുന്നു. ഈസ്റ്റേൺ റോമൻ എംപയർ, വെസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയർ ക്യാപിറ്റൽ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ കോൺസ്റ്റാന്റിനോപ്പിൾ, ക്യാപിറ്റൽ ഓഫ് വെസ്റ്റേൺ റോമൻ എംപയർ റോം. ദെൻ ഈ റോം ക്യാപിറ്റലായ വെസ്റ്റേൺ റോമൻ എംപയർ വളരെ താമസിയാതെ കൊളാപ്സ് ആകുന്നു വിത്ത് ദി കണ്ടിന്യൂസ് അറ്റാക്ക് ഓഫ് ജർമ്മനിക് ട്രൈബ്സ്. എന്നിട്ട് ഈ പ്രദേശം എന്ത് ചെയ്യുന്നു, പല നൊമാഡിക് ട്രൈബ്സുകൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അധികാരങ്ങൾ. അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദി ട്രൈബൽ ഗ്രൂപ്പ്സ് വാസ് ദിസ് ഫ്രാങ്കിഷ് ട്രൈബൽ ഗ്രൂപ്പ്. ഫ്രാങ്ക്സ് were the important tribal group established their authority in this territory, and this empire was known as Frankish Empire. Important ruler was Justinian, and his we already learned the reforms made by Justinian. And with the death of Charlemagne, his empire divided and collapsed. Okay, let's conclude today's class. Okay, thank you.